അത്തച്ചമയം എന്തായെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. തൃപ്പൂണിത്തുറയിൽ നിന്ന് ലേബി സജീന്ദ്രനും ശ്രുതി ശരത്തും ആതിര ജയനും തുളസി രാധാകൃഷ്ണനും അലി അക്ബർ ഷായും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അത്തച്ചമയത്തിന്റെ തത്സമയ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ശ്രുതി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ലേബി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ആതിര, തുളസി, അലി അക്ബർ ഷാ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അത്തദിനാശംസകൾ. അപ്പോൾ കാഴ്ചകൾ എങ്ങനെയാണ്? ഒരുക്കങ്ങളൊക്കെ കെങ്കേമമായോ? ആരൊക്കെയോ നിൽക്കുന്നുണ്ടല്ലോ അടുത്ത്. പഴയ രാജാവാണോ? മഹാബലിയൊക്കെ വന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു. കലാകാരന്മാർ അണിനിരുന്നോ? എല്ലാ മലയാളികൾക്കും തിരുവോണാശംസകൾ. ഒരു ഗംഭീരമായ ഓണാശംസകൾ തുടങ്ങാം അരുൺ. എല്ലാ മലയാളികൾക്കും തിരുവോണാശംസകൾ. ഓക്കെ, പൊളിച്ചു പൊളിച്ചു. ഗംഭീരമായി ഗംഭീരമായി. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന മനുഷ്യനെ കൂടി അതെ, ഇതൊരു പക്ഷേ ആദ്യത്തെ അനുഭവമായിരിക്കും അല്ലേ ശ്രുതി? വൈവിധ്യമാർന്ന പല കാഴ്ചകളും കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കുറച്ച് നേരമായി തയ്യാറായി നിൽക്കുന്നു. ഓക്കെ, നടക്കട്ടെ, ഉഷാറാവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. അതെ 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 നമ്മളിതാ പുറകില് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഉണ്ട്. രജനിയുണ്ട്, അവിടെ പുഷ്പയില് അല്ലു അർജുൻ ഉണ്ട്, വിജയ് ഉണ്ട്. അങ്ങനെ ഇവിടെ താരസമ്പന്നമാണ് സംഗതി. ഇപ്പൊ തൃപ്പൂണിത്തുറയാകെ ഇനിയിപ്പോ മാവേലിയാണ് ഇന്നത്തെ തിരക്കുള്ള താരം. മാവേലി വിളിച്ച് ഉടനെ പോയി കഴിഞ്ഞു. വേറൊരാളെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ലുട്ടാപ്പി ഉണ്ട്, കുടുംബമായി നിൽക്കുന്നു. അതെ 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 തൊട്ടിപ്പുറത്ത് മായാവി ഉണ്ട്. ലേബി സൈന്യത്തിനോടൊപ്പം മായാവി ചേച്ചിയുണ്ട്. മായാവിയുടെ തൊട്ടടുത്ത് ലേബി, ലുട്ടാപ്പിയുടെ തൊട്ടടുത്ത് ആതിര. മായാവിയുണ്ട്, ലുട്ടാപ്പിയുണ്ട്. ഔപചാരിക ഉദ്ഘാടനം ആരംഭിക്കും. അതിനുശേഷം അത്തം ചമഞ്ഞിറങ്ങുന്നു എന്നാണ് ഡോക്ടർ അരുൺ പറയുന്നത്. തൃപ്പൂണിത്തുറയിലേക്ക് അത്തം ചമഞ്ഞിറങ്ങി കഴിയുമ്പോഴാണ് കേരളം ഒന്നാകെ ഓണത്തിന്റെ വരവറിയുന്നത്. ആതിര, എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട്? കാഴ്ചകളൊക്കെ വൈബാണ്, പൊളിയല്ലേ, മലയാളി പൊളിയല്ലേ. ഓണം വൈബ്, ഓണം മൂടും ഒക്കെ ഗംഭീരമാണ്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ ഇതാ നമ്മുടെ ഓണം കളറാക്കാൻ തൃപ്പൂണിത്തുറയിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ ലുട്ടാപ്പി, മായാവി, അങ്ങനെ വെറൈറ്റി ആൾക്കാരൊക്കെ ഓണത്തിന് തൃപ്പൂണിത്തുറയിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. വൈബ് തന്നെ. അത്തച്ചമയം ഫീൽ ചെയ്യുന്നത്? ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ കുട്ടിയുടെ ഡാഗിന്റെ കൂടെയായിരുന്നു ആദ്യം ലൈവ് കൊടുത്തത്. അപ്പോൾ തൊട്ട് നല്ല ഗംഭീരമായ അനുഭവമാണ്. ബാല്യകാലമാണ്. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ അരുൺ നമ്മൾ പറയുന്നത് പോലെ ഈ ഘോഷയാത്രയിൽ അണിനിരക്കാൻ പോകുന്ന കലാരൂപങ്ങളൊക്കെ പിന്നിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തെയ്യവും തിറയിൽ തൊട്ട് അങ്ങോട്ടേക്ക് അതിഗംഭീരമായ കാഴ്ചകൾ സമയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വാദ്യഘോഷങ്ങളൊക്കെ ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ആഘോഷത്തിന് മുമ്പേക്ക് കടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ തൃപ്പൂണിത്തുറയിലെ ആഘോഷത്തോടുകൂടി കേരളം മൊത്തം അങ്ങ് ഓണാവാൻ പോവുകയാണല്ലേ? ഓണായി എന്തായാലും ഓണായി കഴിഞ്ഞു. നമ്മളിവിടെ അതിന്റെ ആഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞു, ആ കാഴ്ചകളും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ അതെ അതെ. 100ഓളം കലാകാരന്മാരാണ് നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ അണിനിരക്കാൻ പോകുന്നത്. അവരെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു, നമ്മളും ഒരുങ്ങി കഴിഞ്ഞു, എല്ലാം തയ്യാറായി കഴിഞ്ഞു. 9 മണി നോക്ക് ഡോക്ടർ അരുൺ, ഓരോ നിശ്ചല ദൃശ്യങ്ങൾ ആ ദിവസം ഇതെല്ലാം ഇപ്പോൾ ഒരു 9 മണിയോടുകൂടി അവിടെ ഇങ്ങ് നിരന്ന് നിൽക്കും. ആ കാഴ്ചയാണ് ഏറ്റവും മനോഹരം. എനിക്ക് തോന്നുന്നു ആതിര ആദ്യം കാണുകയാണല്ലേ ഈ ആദ്യമായിട്ട് നമ്മുടെ ഇത്തവണ രവീന്ദ്രൻ ചേട്ടന് പ്രത്യേകതയുണ്ട്. കാര്യം അമ്മയുടെ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വളരെ നന്നായി തന്നെ മത്സരിച്ചു എന്ന് പറഞ്ഞാലും ജനറൽ സെക്രട്ടറി ആയില്ലെങ്കിലും അതിന്റെ സജീവ ഭാഗമായി ഭരണസമിതിയിലുണ്ട്. രവിചേട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടർ രവീന്ദ്രനായിട്ടല്ല, അത്തച്ചമയത്തിന് തൃപ്പൂണിത്തുറക്കാരനായിട്ടാണ് അദ്ദേഹം ഇവിടെ വരിക. ഞങ്ങൾ 3-4 തലമുറയായിട്ട് തൃപ്പൂണിത്തുറയുള്ളവരാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീടിൻ്റെ മുമ്പിലാണല്ലോ ഇത് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ജനിച്ച് വളർന്നു തൊട്ടിട്ട് നമ്മൾ അത്താഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. 80 തൊട്ടാണ് യഥാർത്ഥത്തിൽ ഇത് മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുന്നത്. 80-ന് മുമ്പാണെങ്കിൽ ഇവിടെയുള്ള പൗരസമിതി എടുക്കണം. അപ്പോൾ പല മീറ്റിങ്ങുകളും ഇതിൻ്റെ കമ്മിറ്റിയൊക്കെ നടക്കുന്ന വീട്ടിലാണ്. അപ്പം നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ എന്തെല്ലാം നടക്കുന്നു, എങ്ങനെയൊക്കെ വരുന്നു, കലാരൂപങ്ങൾ വരുന്നു. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുറവ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുകയായി. അല്ലെ, രവിചേട്ടൻ എത്രയോ കാലങ്ങളായി ഇതിന്റെ ഭാഗമാണ്. ഓരോ വർഷം കഴിയുന്തോറും ഇതിന്റെ പൊലിമ കൂടി വരികയില്ലേ? അത് എപ്പോഴും നമ്മൾ അതിനകത്ത് എന്താ പറയുക, ഇതിനൊരു ഒത്തുചേരലുണ്ട്, ഇതിനകത്തൊരു മതസൗഹാർദ്ദമുണ്ട്, ഒരു ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഇനിയൊരു 10 ദിവസം നമുക്ക് ആഘോഷമാണ്. നമ്മൾ ആഘോഷ ലഹരിയിലാണ് ആക്ച്വലി. അപ്പം നമ്മളിൽ ഈ മാറ്റങ്ങളൊന്നും വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഭയങ്കര അടിപൊളിയായിരിക്കില്ലേ. എപ്പോഴും നമ്മൾ ഓരോ വർഷം തോറും വന്നിട്ട് കൂടുതൽ എനർജറ്റിക്കായിട്ട് നമ്മൾ അത്തച്ചമയ ആഘോഷങ്ങളാണ്. അത്തച്ചമയം എത്ര തവണ കണ്ടിട്ടുണ്ടാവും? ഞാൻ ജനിച്ചു പ്രായം പറയേണ്ടി വേണ്ട. 60 വർഷത്തോളമായിട്ട് ഞാൻ ഈ സിനിമ ഈ അത്താഘോഷം കാണുന്നതാണ്. കാരണം ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ഇതിലൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്.
ഓക്കെ പഠിക്കാൻ പുറത്തുള്ള സമയങ്ങളിൽ മാത്രമാണ് ചിലപ്പോൾ മിസ്സാവുന്നത്. ഓക്കെ അപ്പോൾ ആതിര, ശ്രുതി, തുളസി, ലേബി സജീന്ദ്രൻ, അലി അക്ബർ ഷാ അത്തച്ചമയത്തിന്റെ വിവരങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. കണ്ടതൊന്നുമല്ല, ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതല്ലേ അത്തച്ചമയം.